ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ചവ്വരി കൊണ്ടൊരു വറ്റലാണ്. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചവ്വരി ഒന്ന് ഒരു ജാറിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട്, ഒരുപാട് പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ജാറിലോട്ടിട്ട് പൊടിയാതെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഞാൻ വെച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ, നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്ന് ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കും. ഒന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഇനി നമുക്ക് ഈ കുരുമുളക് കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. നമ്മുടെ ചവ്വരി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നമുക്കിതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടിയായിപ്പോയി, അപ്പോൾ ഒന്ന് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവ്വരിയാണല്ലോ, പെട്ടെന്ന് കട്ടിയാവുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമുക്കത് ഒന്ന് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര എരി വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കാം. സ്റ്റവ് ഞാൻ ഓഫാക്കുന്നുണ്ട്. 3 പാത്രങ്ങളിലായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോരി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർക്കണം. യെല്ലോ, മഞ്ഞയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഗ്രീനാണ്, പച്ചയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മിക്സാക്കി എടുക്കാം നമുക്ക്. അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഉറ്റിച്ച് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി നമുക്കിതിലോട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാം ഒരു പാത്രത്തിൽ ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ അടുത്തത് ഓറഞ്ച് കളറാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ എണ്ണ ഒന്ന് പുരട്ടണം പാത്രത്തിൽ, എന്നാലേ ഇത് ഉണങ്ങുമ്പോൾ ഇളകി വരുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ കോരി. വറ്റൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കോരി പാത്രത്തിൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചവ്വരി വറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം നമുക്ക്. ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഇത് ഉണങ്ങുമ്പോൾ താനേ ഇളകി വരും. അപ്പോൾ നമുക്ക് എടുത്ത് വറുക്കാം. അപ്പം നമ്മുടെ ചവ്വരി വറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വറുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരി വറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാരിയെടുക്കാം. അപ്പം നമ്മുടെ ചവ്വരി വറ്റലിൽ വേണമെങ്കിൽ ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. പക്ഷേ നമ്മുടെ വയറ്റിന് തന്നെ കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, കുട്ടികൾ തിന്നണതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം. ജീരകം ചതച്ച് ചേർക്കാം, മുഴുവനെയോ അങ്ങനെ ചേർക്കാം. പിന്നെ ചുമന്ന വറ്റൽ മുളക് വേണമെങ്കിൽ അതും ഒന്ന് ചതച്ചിട്ട് ഇതിൽ ചേർക്കാം. പക്ഷേ ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇവിടെ തന്നെ അത് ഉപയോഗിക്കണത് കൊണ്ട് അത് ചേർത്തിട്ടില്ല. കാരണം കുട്ടികൾക്ക് എരിവ് പാടില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ എല്ലാത്തിനും നമുക്കിവിടെ എരിവ് കുറവാണ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് എരിവ് കൂട്ടി ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വറ്റൽ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇതിവിടെ എടുത്താൽ കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വറ്റലാണ്. നമ്മൾ ഓണത്തിനെല്ലാം മരിച്ചിനി വറ്റല്, ഇത് മുളക് വറ്റല്, ഇതേപോലെ ഇങ്ങനെ കാച്ചിട്ട് ഇത് പണ്ടൊക്കെ ഉണ്ടാക്കും, അമ്മയൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആരും ഇതിനൊന്നും ശ്രമിക്കൂല, എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്നതുകൊണ്ട് ശ്രമിക്കൂല. അപ്പൊ നമ്മുടെ വറ്റകൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. നമ്മുടെ ചവ്വരി ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല, കോത്തെടുത്താൽ മതി. ഒരു 2 മണിക്കൂർ കോത്തെടുത്താൽ മതി. അതുപോലെ കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. ചവ്വരി വീട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.